എടാ, കഴിഞ്ഞ ആഴ്ച നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ വാങ്ങിയില്ലായിരുന്നോ? എന്നായി അതിന്റെ കാര്യം? ചേട്ടാ, ഞാൻ കൂട്ടുകാരന് മേടിച്ചു കൊടുത്തതാ. ഞാൻ അവിടെ ചോദിച്ചായിരുന്നു. അവനെ പറ്റിക്കത്തില്ല. ഞാൻ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. എപ്പോഴും എപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. ശരിയാക്കി തരാം. എടാ, അതെ, ഞാനത് അനന്തുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശാ. അവന്റെ വൈഫ് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തു തന്നിരിക്കുന്ന പൈസയാ. അപ്പൊ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ശാല പ്രശ്നമാണ്. ഇല്ല ചേട്ടാ, ഞാൻ അത് ശരിയാക്കി തരാം. ഇത്രയും ദിവസമാണ് ഞാൻ ഓർത്തില്ല. 2 ദിവസം ഇവിടെ ശരിയാക്കി തരാം. ഹലോ, ഇവിടെ എന്നാടാ പൈസയുടെ കേസ്? എടാ, ഈ 10,000 രൂപയുടെ കേസിന് നീ എപ്പോഴും ഇങ്ങനെ വിളിക്കണോ? ഞാനിപ്പോൾ വീട്ടിലാ. ഞാൻ വഴിക്ക് പോകാൻ നിൽക്കുക. നീ പിന്നെ വിളി. എടാ, എന്തായി? 2 ദിവസം അവധി എന്ന് പറഞ്ഞല്ലേ നീ എൻ്റെ 10,000 രൂപ വാങ്ങിയത്? അവനാണെങ്കിൽ മൂന്നാറും വാഗമണ്ണും ഒക്കെ ആയിട്ട് ടൂറായിട്ട് നടക്കുക. നീ ഇതുപോലെ അറിയുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, 10,000 രൂപ നിന്റെ കയ്യിൽ നിന്ന് എടുത്തതാ. എൻ്റെ ഈ 10,000 തുടങ്ങി ഞാൻ തന്നേനെ. ഇതിപ്പോൾ അവനെ സഹായിച്ചല്ലേ കുഴപ്പമായി പോയത്. കുഴപ്പമില്ല, ഞാൻ മേടിച്ചു തന്നോളാം. പോരെ? നീ എന്നടാ വഴിയൊക്കെ തടഞ്ഞു നിർത്തി? എന്നാ പറ്റി? എന്നാണ് എൻ്റെ പൈസയുടെ കേസ്? ഇത്രയും ദിവസമായില്ലേ? നീ 2 ദിവസം കഴിഞ്ഞ് തരാമെന്നല്ലേ പറഞ്ഞത്? നടക്കുമോ ഇത്? എടാ, 10,000 രൂപയുടെ കാര്യമല്ലേ? തരാം. നീ അതെന്തിനാ രോഷം കൊള്ളുന്നേ? എടാ, ഞാൻ രോഷം കൊണ്ടതല്ലടാ. എൻ്റെ ചേട്ടന് എടുക്കുന്ന പൈസയാ. എനിക്കത് ഇപ്പം കിട്ടണം. എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പം എന്നാ നിനക്ക് 10,000 രൂപ വേണോ? എനിക്കിപ്പം തന്നെ വേണം. നിനക്ക് മറ്റുള്ളവരുടെ പൈസ എല്ലാം കൊടുക്കാമല്ലോ, കറങ്ങി നടക്കാമല്ലോ. എനിക്കറിയില്ലല്ലേ? എൻ്റെ പൈസ എനിക്ക് ഇപ്പം കിട്ടണം. നിന്റെ പൈസ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി മേലെ ഒരു ബന്ധം പറഞ്ഞെന്നെ വിളിച്ചേക്കല്ലേ, കേട്ടല്ലോ? എടാ, നീയും ജിഷ്ണും തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. എടാ, നിന്നെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചപ്പം അവനൊന്നും മിണ്ടുന്നില്ല. അവന് ഒരു 10,000 രൂപ കടമായിട്ട് കൊടുത്തായിരുന്നു. തിരിച്ചു ചോദിച്ചായിരുന്നു. തിരിച്ച് കിട്ടി. പക്ഷെ ഇപ്പം ഞാൻ അവന് ശത്രുവായി. കഥ തുടരും.